ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് വരുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? നോക്കൂ മക്കളെ, നിങ്ങൾക്കറിയാം കണ്ണാടിയിൽ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെന്നെങ്കിലും ഒരു പ്രകാശം ഇങ്ങോട്ട് അടിക്കുന്ന സമയത്ത് നമ്മുടെ മുകളിലല്ലേ വന്ന് തട്ടുന്നത്? ഈ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യൂലേ? ഈ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തിട്ടതാ ഇവിടെ എന്തുണ്ട്? മിററില്ലേ? മിററിൽ പോയിട്ട് തട്ടും. മിററിൽ നിന്ന് അവിടെ നിൽക്കുമോ? ഇല്ല. മിറർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനുസമുള്ള പ്രതലമല്ലേ? ആ പ്രതലത്തിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ഇത് പ്രതിപദിക്കും. അങ്ങനെ പ്രതിപദിച്ചുണ്ടാവുന്നത് നമ്മളെ കണ്ണിലേക്കാണ് എന്ത് ചെയ്യുക? വരിക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വസ്തുക്കളെ കാണുന്നത്. അത് എൻ്റെ മക്കൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ശരിക്കും നമ്മുടെ കറക്റ്റ് ഇമേജ് ആണോ ഇതിൽ കാണുന്നത്? അല്ല അല്ലേ? ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേടാ, നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അല്ലേ? റേ വന്ന് ഇവിടെ വന്ന് തട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുകയല്ലേ ചെയ്യുന്നതല്ലേ? തിരിച്ച് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ ആ ഒരു മിററിൽ നിന്നുള്ള ഇമേജ് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ വന്ന് പതിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇമേജ് കാണുന്നതല്ലേ? നമ്മുടെ എന്ത് കാണുന്നത്? നമ്മുടെ പ്രതിബിംബം അവിടെ കണ്ണാടിയിൽ കാണുന്നതല്ലേ? എൻ്റെ മക്കൾക്ക് അത് അറിയാം. അപ്പം ഇത് ശരിക്കും റിയൽ ആണോ? അല്ല, റിയൽ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിററിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് അവിടെ റൈറ്റ് ആയിട്ടാണ് കാണുക. അതുപോലെ നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് അവിടെ ലെഫ്റ്റ് ആയിട്ടാണ് കാണുക. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ഹാൻഡ് ഇവിടെ എന്തായിട്ടാണ്? ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടാണ് അല്ലേ? അപ്പം നേരെ വിപരീതമായിട്ടാണ് കാണുക. അപ്പം അതിനൊരു പേരും കൂടി ഉണ്ട്. ആ പേരെന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്നാ പറയുക. എന്താ നോക്കിയേ? ഇൻ എ പ്ലെയിൻ മിറർ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എൻ ഒബ്ജെക്ട് അപ്പിയേഴ്സ് ആസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജെക്ട് അപ്പിയേഴ്സ് ആസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇമേജ്. അപ്പം ഈ ഫിനോമിനയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ. എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അഥവാ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടാണ് കാണുന്നത്. അതെൻ്റെ മക്കൾ എന്തായാലും ഓർത്ത് വെക്കണം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മിറേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എൻ്റെ മക്കളോട് ചോദിച്ചിരിക്കും, ഉറപ്പാണ് കേട്ടോ. അപ്പം നോക്കാം, ഈ ഒരു കാര്യം കൊണ്ടാണ് ആംബുലൻസിലൊക്കെ നിങ്ങൾ കാണാം തിരിച്ചെഴുതിയിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് അത് ആംബുലൻസ് എന്നുള്ള തിരിച്ചെഴുതിയിട്ടുള്ളത്? നമുക്ക് മിറേഴ്സിൽ നോക്കുന്ന സമയത്ത് എന്താ നേരെയാണ് അത് കാണാം. അപ്പം എന്ന് വെച്ചാൽ അവിടെ തിരിച്ചെഴുതിയിട്ടുണ്ട്. നമ്മൾ മിററിലേക്ക് നോക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് കറക്റ്റ് ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഈ ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മിററിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതിന് ഒരു അല്ലെങ്കിൽ അവിടെയുള്ള പ്രോപ്പർട്ടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ലാറ്ററൽ ഇൻവേർഷൻ പറയാം. പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ അല്ലേ? അതുപോലെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും അഥവാ വസ്തുവിൻ്റെ ഉയരവും അതേപോലെ പ്രതിബിംബത്തിൻ്റെ ഉയരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതെന്നെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ നോക്കിയാൽ എന്തൊക്കെയാണെന്നുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട്. ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഫസ്റ്റത്തെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത പറഞ്ഞതാണ് അല്ലേ? പിന്നെ എന്താണ് നോക്കിയാൽ ഇൻ എ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാടാ ഈ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമില്ലേ? ഈ ഒരു ദർപ്പണത്തിൻ്റെ ഇവിടെ തൊട്ടുതാ നോക്കിയേ മക്കളെ, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ മുതൽ പ്രതിബിംബം ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസും മിറർ മുതൽ വസ്തു വരെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഉറപ്പാണ് മക്കളെ, ഇത് ചോദിച്ചിരിക്കും. ഈ സവിശേഷതകൾ എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം. പിന്നെ ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? ഇൻ എ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ് അഥവാ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും തുല്യമായിരിക്കും. അതും നിങ്ങൾ എഴുതിയിരിക്കുക. അപ്പോൾ ഈ 3 പോയിന്റും അവിടെ ഉണ്ടായിരിക്കണം. എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പം ഉറപ്പായിട്ടും പഠിച്ചോളൂ മക്കളെ. ഈ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ മക്കൾ എക്സാമിന് പോകാൻ. അപ്പോൾ സെറ്റ് അല്ലേ മക്കളെ? ഉഷാറാക്കാം. ഓക്കെ.